വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ദേശീയപാത വികസനത്തിനായി ക്ഷേത്രഭൂമി ഏറ്റെടുത്തതിന്റെ പേരിൽ കൈവശപ്പെടുത്തിയ കോടികൾ തിരിച്ചു നൽകാതെ സംസ്ഥാന സർക്കാർ 32 കോടി രൂപയാണ് നഷ്ടപരിഹാര ഇനത്തിൽ കൈപ്പറ്റിയത്. ദേവസ്വം ബോർഡിന്റെ 22 ക്ഷേത്രങ്ങളുടെ ഭൂമിയാണ് ഏറ്റെടുത്തത്. അതേസമയം പണം ദേവസ്വം ബോർഡിലേക്ക് എത്തിക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ. ആദ്യം പ്രതികരണത്തിലേക്ക്. ഭൂരിപക്ഷം വരുന്ന തുകയും സർക്കാർ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് അപ്രകാരം പണം തിരികെ കൊടുത്തായി കാണാൻ സാധിക്കില്ല. പക്ഷേ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ വില എന്ന രീതിയിൽ കുറച്ച് പൈസ ദേവസ്വം ബോർഡിലേക്ക് സർക്കാർ കൊടുക്കുകയും ചെയ്തു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളുടെ പുരയിടത്തിന്റെ വസ്തുവിനെ സർക്കാർ പുറമ്പോക്ക് എന്ന രീതിയിൽ വിലയിരുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ നഷ്ടപരിഹാരം ഇപ്പോഴും സർക്കാർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്. സമാന സാഹചര്യത്തിൽ ഇതര മതക്കാരുടെ, പ്രത്യേകിച്ച് ഇസ്ലാമിക ക്രൈസ്തവ വിഭാഗങ്ങളുടെ ധാരാളം പള്ളികളും ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുകയുണ്ടായി. അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്തു. ആ തുക ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പള്ളിയുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിച്ചു, കൂടുതൽ മെച്ചപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടപ്പെട്ട ചെറിയ തുക മാത്രമാണ് കിട്ടിയത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറുണ്ട്. അരുൺ കൊടുങ്ങൂരിനോട് കൂടുതൽ വിശദാംശങ്ങൾ തേടാം. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. നിരാശാജനകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നോക്കൂ, ദേവന്റെ ഭൂമി അല്ലെങ്കിൽ ദേവിയുടെ ഭൂമി അതെങ്ങനെയാണ് പുറമ്പോക്ക് ഭൂമിയാകുന്നത്? അത് ദേവസ്വം ബോർഡും സർക്കാരിന്റെയും ഒത്തുകളിയുടെ ഭാഗമായി ഈ പാത വികസനത്തിനായി നൽകിയ നഷ്ടപരിഹാരം അത് വീതിച്ചെടുക്കുന്നു. എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്? അപ്പം മറ്റൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങളുടെ ഭൂമി ഇതുപോലെ പാത വികസനത്തിനായി നൽകിയിട്ട് ആ പണം കൃത്യമായി തന്നെ ഇവർക്ക് കൃത്യമായി വീതിച്ച് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വാർത്തയെ നോക്കിക്കാണുന്നത്? തീർച്ചയായും നമ്മൾ ഇന്നലെയാണ് ഈ ഒരു അന്വേഷണ പരമ്പര തുടങ്ങിയത്. അതിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു, ദേവസ്വം ഭൂമി, സംസ്ഥാനത്ത് കോടികൾ വിലമതിക്കുന്ന ദേവസ്വം ഭൂമി അന്യാധീനപ്പെട്ടു പോയ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 30,000 ഏക്കർ ഭൂമിയാണ് സംസ്ഥാനത്ത് ഉടനീളം ദേവസ്വം ബോർഡുകൾക്ക് നഷ്ടമായിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു, മാറി മാറി വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ വാർത്ത നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമ്മൾ നൽകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിന്നാണ് ഹൈവേ വികസനത്തിന് വേണ്ടി ക്ഷേത്രഭൂമികൾ ഏറ്റെടുത്തത്. 22 ക്ഷേത്രങ്ങളുടെ ഭൂമിയാണ് ഇവിടെ നിന്നും ഏറ്റെടുത്തത്. 32 കോടി രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിലേക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ തുക ദേവസ്വം ക്ഷേത്രങ്ങൾക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഈ വാർത്തയിലൂടെ ഉന്നയിക്കുന്നത്. കാലങ്ങളായി ഈ പൈസ ദേവസ്വം ബോർഡിന് അർഹതപ്പെട്ട ഈ ഒരു പൈസ, ഈ ഒരു പണം കൃത്യമായി തന്നെ സർക്കാർ കയ്യിൽ വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചോദിക്കേണ്ടത്. കാരണം ക്ഷേത്രങ്ങളുടെ സ്ഥലം ഏറ്റെടുത്തതിന് പാരിതോഷികമായി നഷ്ടപരിഹാരമായി ലഭിച്ച, പൊന്നും വിലയ്ക്ക് ഏറ്റെടുത്ത സ്ഥലത്തിന് പകരമായി ലഭിച്ച പണമാണ്. അത് സർക്കാർ കയ്യിൽ വെച്ചിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തന്നെ ആണ് ഇതിന് കാരണമായി പറയുന്നതെങ്കിൽ പോലും എന്തുകൊണ്ട് ഈ പണം തിരിച്ച് നൽകുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ഷേത്രങ്ങളുടെ ഭൂമി ഏറ്റെടുത്ത പോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങളുടെ ഭൂമി കൂടി ഈ സമയത്ത് തന്നെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിരുന്നു. പക്ഷേ ആ തുകയൊക്കെ തന്നെ കൃത്യമായി തന്നെ ഈ സർക്കാർ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് കൃത്യമായി തന്നെ പണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ദേവസ്വം ഭൂമിയോട് മാത്രം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളോട് മാത്രമാണ് ഈ ഒരു അവഗണന എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡുകൾക്ക് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. ഇത് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല, ഇതുവരെയും തയ്യാറാകുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അർഹമായ പണം ഈ ക്ഷേത്രങ്ങൾക്ക് നൽകണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ മാത്രമാണ് ഇനി ഒരു ആശ്രയമുള്ളത്. കാരണം സംസ്ഥാന സർക്കാർ
സർക്കാരിൽ നിന്നും ഒരു നീതി ഉണ്ടാകില്ല എന്ന് ഉറപ്പായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. അല്ലെങ്കിൽ ഈ പണവും സർക്കാരിലേക്ക് പോകും, ക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെട്ട ഈ പണം കൂടി സർക്കാരിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നൽകാതിരിക്കാൻ പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നൽകാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈക്കോടതിയിലേക്ക് എത്തി നിയമ പോരാട്ടം നടത്തി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എടുത്ത വാർത്തകൾ നമുക്ക് നോക്കാം. എത്രത്തോളം കൊള്ളയാണ് ഈ ക്ഷേത്രങ്ങളുടെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലേക്ക്, ദേവസ്വത്തിൻ്റെ കാര്യത്തിലേക്ക് സർക്കാർ എടുക്കുന്നത്. ഒരു സൈഡിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കുമെന്ന് പറയുന്നു. പക്ഷേ മറുവശത്ത് കാണിക്കുന്ന രീതിയിലേക്കുള്ള എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തകൾ കൂടിയാണ് നമ്മൾ ഇന്ന് പുറത്തുവിടുന്നത്. അശ്വതി, അമൽ. തീർച്ചയായും അരുൺ, അത് തന്നെയാണ് വളരെ ഗൗരവകരമായ ഒരു വാർത്ത തന്നെയാണ്. ഈ ക്ഷേത്രങ്ങളുടെ ഭൂമിയെല്ലാം ഇത്തരത്തിൽ പുറമ്പോക്കെന്ന് എഴുതി തള്ളുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ പണം വാങ്ങുന്നു, അത് വീതിച്ചെടുക്കുന്നു. ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഒരു ഒത്തുകളി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ അന്വേഷണ പരമ്പര തുടരുകയാണ്, അല്ലേ അമൽ? തീർച്ചയായും.